ഇന്നേ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ബിരിയാണിയുടെ റെസിപ്പി ചെയ്യുമ്പോഴത്തേനും മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി ഇടാൻ പറ്റുമെന്ന്. പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്ന ആ ഒരു മടിയാണ് അന്നൊന്നും ഇട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് നല്ല ഒരു വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ, അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞത്. അതിനകത്തേക്ക് നല്ലപോലെ കഴുകിയെല്ലാം വൃത്തിയാക്കി അത് കുക്കറിലിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. കുരുമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ മാത്രമേ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരിച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മുടെ ബീഫിൽ നിന്ന് വെള്ളം വരും. അതല്ലാതെ ഞാൻ ഒരിച്ചിരി വെള്ളം കൂടെ വെച്ചിട്ട് ഞാൻ കുക്കറൊന്ന് മൂടി ഒന്ന് വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വിസിൽ ഈ അധികം മൂപ്പില്ലാത്തയാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ ധാരാളമായിരിക്കും. പക്ഷേ ഈ ബീഫ് നല്ല മൂപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ടായിരുന്നു വെച്ചത്. ആദ്യം വെച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഒന്നും കൂടെ വെച്ചു. ഒരു 3-4 വിസിലോളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാനിനകത്തേക്ക് ആദ്യം ഞാൻ 1 ടീസ്പൂൺ മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീ ചേർക്കാം. ഞാനത് ഒഴിക്കാൻ ഒരു കാരണമുണ്ട്, ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 സവോള ഞാൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അതൊന്ന് ചോപ്പ് ചെയ്ത് അത് എന്താണ് സ്ലൈസ് ചെയ്തതും അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് തന്നെ ആഡ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. ഒരു 6-8 പച്ചമുളക് എരിവുള്ളത് ഞാൻ ചേർത്തിട്ടുണ്ട്, അത് മാത്രമേ വെന്നുള്ളൂ. അപ്പോൾ അതിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ബീഫിൻ്റെ ആ ഒരു പരുവൊക്കെ ആയിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ഈ നമ്മുടെ സവാളേനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഓയിൽ കുറച്ചല്ലേ, ഞാൻ ആ ബീഫിൽ എണ്ണ മാത്രം വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ബാക്കി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ദമ്മിടുമ്പോൾ ചേർക്കാനാണ്. ഒരു 3 തക്കാളിയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഈ എണ്ണ ഒഴിച്ചിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഒരു പകുതിയോളം വാടി വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് അതിനകത്തേക്ക് കൊട്ടുക കേട്ടോ. ആ സമയത്ത് നമുക്ക് വെള്ളത്തിനകത്തേക്ക് പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസും ഉപ്പും കൂടി ഇട്ടാൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇത് റെഡിയാകുമ്പോഴത്തേക്കിനും ചോറും റെഡിയായി വരണം. എന്നിട്ട് നമ്മുടെ ആ ഒരു ബീഫ് ഇളക്കി കൂട്ടിയിട്ട് 1 പിടി മല്ലിയില, 1 പിടി പുതിനയുടെ ഇല, ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് പിന്നെ തുറന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൂട്ടണേ. ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വറുത്ത സവാള ഉണ്ടല്ലോ, ഞാനൊരു 2 വറുത്ത സവാള എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും അതിൻ്റെ മുകളിലേക്ക് ഗരം മസാല ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്തോ കേട്ടോ. 2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 ടീസ്പൂൺ തന്നെ അല്ലെങ്കിൽ 3 ടീസ്പൂണോ നമുക്ക് മട്ടൻ മസാല ചേർക്കാം. ബീഫിനും മട്ടൻ മസാല ചേർത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുക. അതിൻ്റെ ഒരു ആവി വന്ന് കഴിയുമ്പോഴത്തേക്കിനും നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിനകത്തുനിന്ന് വെള്ളം പോകരുത്, ഒരിച്ചിരി വെള്ളം വേണം. കാരണം നമ്മൾ ഇതിനകത്തേക്ക് തന്നെയാണ് ദമ്മിടുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം തീർന്നു പോകണ്ട. അതിനകത്തേക്ക് നമ്മൾ പകുതി വേവാക്കി വെച്ചിട്ടുള്ള റൈസ് ഇടുക. പകുതി വേവായിരിക്കണം കേട്ടോ. ചെറിയൊരു കടിക്കുന്ന പരുവത്തിന് കിട്ടിയാൽ നമുക്ക് ദമ്മിടുമ്പം പിന്നെ അതിനകത്തിരുന്ന് നല്ലോണം വെന്തോളും. എന്നിട്ട് അത് മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു ബീഫിൻ്റെ ആ ഒരു നെയ്യ്, അതും അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും അതേപോലെ തന്നെ സവോളയും ഈ ഒരു മല്ലിയിലയൊക്കെ ചേർത്ത് നല്ലോണം ഗാർണിഷ് ചെയ്യുക. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ തന്നെ നെയ്യും ചേർത്തിട്ടുണ്ട്. വേറെ എസൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിട്ടാൽ തന്നെ നല്ല മണമായിരിക്കും. പിന്നെ ഒരു 10-15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ദം ചെയ്തെടുക്കുക. പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കിനും ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.